വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചെറിയ ഗാർഡനിങ് വീഡിയോ ആണ്. കുറച്ചധികം സ്പേസ് എംറ്റി ആയിട്ട് കിടപ്പുണ്ട്. അവിടെ എന്തെങ്കിലും വെക്കണം. പ്രത്യേകിച്ച് ഗ്രാസോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ട് പ്ലാന്റ്സ് വെക്കാം. ഞാൻ ചൂസ് ചെയ്ത പ്ലാന്റ് പെറ്റൂണിയാണ്. ഒരു 4 to 5 കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോ മെച്ചുവേർഡ് ആയിട്ടുള്ള സ്റ്റെം നോക്കി ഞാൻ എന്ത് ചെയ്തു, കട്ട് ചെയ്തെടുത്തു. ഈ പെറ്റൂണിയ നേരത്തെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല കേട്ടോ. ഇതൊരു പരീക്ഷണമാണ്, വിജയിക്കുമോയെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാത്തിൽ നിന്നും 4-5 മെച്ചുവേർഡ് സ്റ്റെംസ് ഒക്കെ നോക്കി കട്ട് ചെയ്തെടുത്തു. നമ്മുടെ ഗാർഡനിലൊരു പുതിയ അതിഥിയുണ്ട്. പിജിൻസ് ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യം ഞാൻ മാർക്ക് ചെയ്തിട്ടോ പ്ലാന്റ്സ് എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്ന്. എന്നിട്ടൊന്നുമില്ല, ഓരോ പ്ലാന്റും അങ്ങ് കട്ട് ചെയ്ത പീസസ് അങ്ങ് ഡയറക്റ്റ്ലി മണ്ണിൽ വെക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ നഴ്സറി വിസിറ്റിന് പോയപ്പോൾ പെറ്റൂണിയയുടെ ഒരു കളറ് പോട്ടിൽ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതാണ് സെൻറ്ററിൽ വെക്കുന്നത്. അതിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതില്ലാത്ത കളറായതുകൊണ്ട് അവിടെ ഇരുന്ന് വളരട്ടെ എന്ന് വിചാരിച്ചു. അത്യാവശ്യം സ്പേസ് ഇട്ടൊക്കെ തന്നെയാണ് അതിനെ നട്ടിരിക്കുന്നത്. ഇനി അതവിടെ അങ്ങ് സ്പ്രെഡ് ആവുമല്ലോ. പ്ലാന്റിന് ചുറ്റും ഫിഗിന് ചുറ്റും പോട്ടിംഗ് സോയിലെല്ലാം ഇട്ട് കൊടുത്തു. പോട്ടിംഗ് സോയിൽ എൻ്റെ കയ്യിൽ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാം ഇന്നലെയാണ് വാങ്ങിച്ചതാണ്. രാവിലെ തന്നെ അങ്ങ് ഇറങ്ങിയത് ഗാർഡനിലോട്ട്. ഓൾറെഡി ചെയ്യണം എന്ന് പറഞ്ഞ 2-3 കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്നു. അതിലൊന്നാണ് ഈ റീപോട്ടിംഗ് എന്നുള്ളത്. മുളകൊക്കെ നമ്മൾ പോട്ടിലായിരുന്നു നട്ടിരുന്നത്. ആദ്യം നന്നായിട്ട് വളരുന്നുണ്ടെങ്കിലും പിന്നെ അതിന് വളർച്ചയ്ക്ക് എന്തോ ഒരു തടസ്സം വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. റിപ്പോർട്ട് ചെയ്യാനായിട്ട് എടുത്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതിൻ്റെ താഴ്ഭാഗത്തെ മണ്ണൊക്കെ കട്ടിയായിട്ടിരിക്കുകയാണ്, കല്ല് പോലെ കട്ടിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 2 മുളകെടുത്ത് എന്ത് ചെയ്തു, ഡയറക്റ്റ് മണ്ണിൽ നട്ട് വെച്ചു. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇനി അത് അവിടെ ഇരുന്ന് വളർന്നോളും. അപ്പോൾ ഞാൻ നട്ട എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് ഓൾറെഡി ലേറ്റായിട്ടാണ് ഗാർഡനിലേക്ക് ഇറങ്ങിയത്. 8 മണിയായി. അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് ടയേർഡായി. ഇനി എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗാർഡനിലേക്ക് കട്ട് ചെയ്ത സമയത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസസുകളൊക്കെ ബാക്കി വന്നിരുന്നു. അതെനിക്ക് കളയാനായിട്ട് മനസ്സ് വന്നില്ല. കുറേയൊക്കെ യങ് സ്റ്റെമ്മാണ്, 1-2 മെച്ചുവേർഡ് ആയിട്ടുള്ള സ്റ്റെമ്മുണ്ട്. വളരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ചുമ്മാ ഒരു പോട്ടിൽ കുറച്ച് മണ്ണ് നിറച്ച് ഓരോ സ്റ്റെമ്മിനെ ഇങ്ങനെ റൂട്ടിങ് ഹോർമോണിൽ മുക്കി അങ്ങ് വെക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലോ, ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കിയപ്പോഴാണ് കളയാൻ വെച്ചൊരു കുഞ്ഞി സ്റ്റെമ്മിൻ്റെ അകത്തുനിന്ന് പെറ്റൂണിയയുടെ സീഡ്സ് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പെറ്റൂണിയയുടെ സീഡ്സ് കാണുന്നത്. ഒരു സീഡ് ബോളിൽ നിന്നാട്ടോ ഇത്ര അധികം സീഡ്സ് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ എൻ്റെ ഗാർഡനിങ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രം ഇന്ന മോണോലോഗ്.